തോറ്റു കൊടുത്തേക്കല്ലേ. നമ്മളെ ആശ്രയിച്ച് ചിലപ്പോൾ തോറ്റു പോകും. സഹായിക്കാനുള്ള ആളുകളെയൊക്കെ നോക്കി അവരില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ചങ്കുപൊട്ടി ചത്തുപോകും. പക്ഷെ ഈശോയെ മാത്രം നോക്കിയാൽ മതി. അവിടെ ഉണ്ടാവും, ഈശോ വിട്ടുപോകത്തൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു പാപം ചെയ്തൊരു അബദ്ധത്തിൽ നിൽക്കുകയാണ്, ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് നിങ്ങൾക്കിപ്പോൾ ഒരു വിഷമത്തിൽ നിങ്ങൾ നിൽക്കുന്നെങ്കിലും ഈശോടൊന്ന് സോറി പറഞ്ഞിട്ട് കർത്താവേ എനിക്ക് വേറെ ആരും ഇല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചങ്കുപൊട്ടി അങ്ങ് പറ. ഹി വിൽ ബി വിത്ത് യു. ഈ സംരക്ഷണ പ്രാർത്ഥനയും കൂടെ ഒന്ന് ചെല്ലിക്കും. സമയം കിട്ടിയെടുത്ത് ഈ 34-ാമത്തെ സങ്കീർത്തനം നന്നായിട്ടൊന്ന് വായിക്കുക. അതിനകത്തൊരു വചനം ഇങ്ങനെയാണ്, 34:10 സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകത്തില്ല. അതിന് മുമ്പുള്ള വചനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ? കർത്താവിൻ്റെ ദൂതൻ സംരക്ഷണം നൽകുന്നു, എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു, ദൈവദൂതന്മാർ പാളയമടിച്ച് സംരക്ഷണം നൽകുന്നു. 10-ാമത്തെ വാക്യാണ്, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വലഞ്ഞേക്കാം, എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നതിന് ഒന്നിനും കുറവുണ്ടാകത്തില്ല. കാരണം എന്നന്വേഷിക്കുന്നു, പെട്ടി നിൽക്കുമ്പോഴല്ല. 34-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഓർമ്മയിലേക്ക് വരണം, ഞാൻ എന്നും കർത്താവിനെ സ്തുതിക്കും, എപ്പോഴും ഞാൻ അവിടുത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക്